നീ പറഞ്ഞാൽ മാത്രമേ ഇത് അനുസരിക്കൂ. റോബോ, ആ ക്ലീനറിനെ ഉടൻ തന്നെ നിർത്തൂ. കാശ് കൊടുത്ത് പണി വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ഇതാണ്. സംശയമുണ്ടോ? റോബോ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. കഴിക്കാൻ ഒരു ആപ്പിൾ കൊണ്ടുവരൂ. ഇനി മാനേജറുടെ വഴക്ക് കേൾക്കാതെ എന്നും കൃത്യസമയത്ത് ഓഫീസിലെത്താം. ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് കൊതുകിനെ കൊല്ലുക? ഇവിടെ എങ്ങനെയാണ് ഞാൻ ബാറ്ററി റീചാർജ് ചെയ്യുക? അടികായി. എടാ, നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ സൈസ് ഒന്ന് നോക്ക്. ഇത്രയും വലിയ ആപ്പിൾ ഞാൻ എങ്ങനെയാ കഴിക്കുക? എടാ മണ്ട, ആ ആപ്പിളിനെ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാൻ പറ. റോബോ, ആദ്യം കട്ട് ചെയ്യൂ, എന്നിട്ട് ആപ്പിൾ കൊണ്ടുവാ. എടാ, എന്നെയല്ല, ഞാൻ പറഞ്ഞത് ആപ്പിളിനെ കട്ട് ചെയ്യാനാണ്. എടാ, ഈ റോബോട്ടിന് ബുദ്ധിയില്ല. ഇത് ഹണിയാണെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? നീ എപ്പോഴും ആ തത്തയെ രക്ഷിക്കുമല്ലോ. ഇപ്പൊ നിന്നെ ആര് രക്ഷിക്കും? താഴെ ഇറങ്ങാനുള്ള ബട്ടൺ എന്തുകൊണ്ടാ വർക്ക് ചെയ്യാത്തത്? എന്തായാലും നന്നായി ഇതിന്റെ ബാറ്ററി തീർന്നു പോയത്. അല്ലെങ്കിൽ എന്റെ പണി തീരുമായിരുന്നു. ബാറ്ററി തീർന്നു പോയത് നന്നായെന്നോ? നിനക്കറിയോ, മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് വീണതേ ഒരു തക്കാളി കടയിലാ. ആ തക്കാളി കടക്കാരൻ എന്നെ എടുത്തിട്ട് പെരുമാറി. എന്റെ അമ്മച്ചി, ഞാൻ നിന്നെയല്ല, ഈ മണ്ണനായ റോബോയുടെ ബാറ്ററി തീർന്ന കാര്യം പറയുമായിരുന്നു. സംശയമുണ്ടോ? ഈ ഹെലികോപ്റ്റർ ഒന്നിനും കൊള്ളാത്ത സാധന. താഴേക്ക് ഇറങ്ങാനുള്ള ബട്ടൺ ഇതിൽ വർക്ക് ചെയ്യുന്നേ ഇല്ല. ആ സെയിൽസ്മാൻ നമ്മളെ എല്ലാവരെയും നന്നായി പറ്റിച്ചിരിക്കുക. വേഗം വാ, ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഈ സാധനങ്ങളൊന്നും കൊള്ളില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചതാ. വിൽപ്പന ചെയ്ത സാധനങ്ങൾ തിരിച്ചെടുക്കില്ല. ഇത് ഞങ്ങളുടെ പോളിസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം ഞങ്ങൾക്ക് വേറെ സാധനം തരൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ സർവീസിലേക്ക് ഫോൺ ചെയ്യൂ. ഇത് ഞങ്ങളുടെ പോളിസിയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും തന്നെ വേണ്ട. ഞങ്ങളുടെ കാശ് ഉടൻ തന്നെ തിരിച്ചു തരൂ. അതൊരിക്കലും സാധിക്കില്ല സാർ. എടോ, ഈ വാക്യൂം ക്ലീനർ ഓൺ ആകുന്നുണ്ട്, പക്ഷേ ഓഫ് ആകുന്നേ ഇല്ല. ഇത് അങ്ങയുടെ വോയിസ് കമാൻഡിലാണ് പ്രവർത്തിക്കുന്നത്. സെയിം ഫ്രീക്വൻസിയിൽ സംസാരിച്ചില്ലെങ്കിൽ അതിന് മനസ്സിലാവില്ല. ഈ റോബോട്ട് പറയുന്നതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് തലയ്ക്കകത്ത് ബുദ്ധിയില്ല. ബുദ്ധിയുണ്ടെങ്കിൽ അത് റോബോട്ട് ആയിരിക്കില്ലല്ലോ. ഈ ഹെലികോപ്റ്റർ ഒന്നിനും കൊള്ളില്ല. താഴേക്ക് ഇറങ്ങാനുള്ള ബട്ടൺ ഇതിൽ പ്രവർത്തിക്കുന്നേ ഇല്ല. നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ പ്രവർത്തിപ്പിച്ച് കാണിച്ചത്. ചിലപ്പോ നിങ്ങളെ നശിപ്പിച്ചതായിരിക്കാം. എങ്കിൽ നമ്മളമാരെ പിടിച്ചിരിക്കോ. ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ പറയുന്ന എല്ലാവരും കേക്ക്. രാജു ചേട്ടാ, ഞാൻ കള്ളന്മാരെ പിന്തുടർന്ന് പോയി. അവന്മാരെവിടെയുണ്ടെന്ന് എനിക്കറിയാം. നീ എന്തായി പറയണത് കർത്താ? നീ നമ്മുടെ സുഹൃത്ത് തന്നെയാ. ആ കള്ളൻ എങ്ങോട്ടാ പോയത് പറ. വരൂ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ പിടിക്കാന്ന് കരുതി വന്നീയാ. ഞങ്ങൾ തന്നെയാണ് കള്ളന്മാർ. നിങ്ങളെ രണ്ടുപേരും ഞാൻ വിടുകയില്ല. നിന്റെ പണി ഞാൻ തീർക്കും.
എന്റെ യഥാർത്ഥ ശക്തി നിങ്ങൾ കണ്ടിട്ടില്ല. അതെയോ? ഓരോരുത്തൻ നീ കോൺസ്റ്റബിളിൽ തല്ലിയാണ. ഈഷ്, കോൺസ്റ്റബിൾ അല്ല, ഇൻസ്പെക്ടറാണ്. ഇൻസ്പെക്ടർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ തല്ലിയത്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇപ്പൊ രാജു ചേട്ടൻ നിങ്ങൾക്ക് നല്ലൊരു സദ്യ തന്നെ തരും. താക്കി വെച്ച 4, പൊക്കി വെച്ച 6 ആണ്. ഇനി ഞങ്ങളെ തല്ലരുതേ. അങ്ങനെ പറയരുത്, ഞാനും തല്ലും, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. വലിക്കുക ഹണി, കുറച്ചുകൂടെ ബലമായിട്ട് വലിക്ക. ഈഷ്, രക്ഷപ്പെട്ടു. നിന്നെ കൊണ്ട് കഴിയില്ല കൊച്ചാളിയാ, വിട്ടേക്ക്. അതെയോ? എങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്ക. വല്ലാത്ത കനമുണ്ട് കൊച്ചാളിയാ. ഒന്ന് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇതിനെ ഒരുമിച്ച് വലിക്കാം. ഇതാ നോക്കണം സാർ, റോബോട്ട് നിങ്ങളുടെ എല്ലാ പണിയും ഇത് ചെയ്യും. റോബോട്ട്, നീ പോയി സാറിന് പൂ പറിച്ചോണ്ട് വാ. ആ, ചെടികൾക്ക് വെള്ളമൊഴിക്ക്. വരൂ, നമുക്ക് പോയി നോക്കാം. ഇത് കണ്ടോ, ഹെലിക്കാം. ഇത് നമുക്ക് ഒരുപാട് സന്തോഷം തരും. ഇത് കണ്ടോ, ഇതിന്റെ സഹായത്താൽ നിങ്ങൾക്ക് പഴങ്ങൾ പറിക്കാം. കൂടാതെ പെട്രോളിന്റെ ആവശ്യമില്ലാതെ ട്രാഫിക്കിലൂടെ നിങ്ങൾക്ക് എവിടെയും പോകാം. ഇത് റീചാർജബിൾ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ലേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് മാനേജറുടെ കയ്യിൽ നിന്ന് എന്നും വഴക്കാ. ഞാൻ കാശ് കൊണ്ടുവന്ന് തന്ന് ഇതൊന്ന് വാങ്ങിക്കും. എനിക്കെന്തായാലും അത് വേണം. ദിവസവും വൃത്തിയാക്കി ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. എനിക്ക് വേണ്ടത് ആ റോബോട്ടാണ്. കാരണം സമയാസമയത്തിന് എനിക്ക് ആഹാരം തരും. സംശയമുണ്ടോ? ഈ സാധനങ്ങളെല്ലാം നമ്മളെ മടിയന്മാരാക്കും. അങ്ങനെ പറയല്ല സാറേ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കുറച്ച് കാശ് കൊടുത്താൽ നമുക്ക് നല്ല സുഖം കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കൂ. അതെ, ഞങ്ങൾ വാങ്ങും. ക്ലീനർ, വേഗം വലകളൊക്കെ അടിച്ച് വൃത്തിയാക്ക. ജോർദാറെ, വേഗം ഐസ്ക്രീം കഴിക്കൂ. നിനക്ക് തല്ലുകൊള്ളാനുള്ളതാ. സംശയമുണ്ടോ? എന്താ കാരണം? കാരണം എന്താ വെച്ചാ ക്ലീനർ സ്റ്റോർ റൂമിലുള്ള സ്പൈഡറിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. എന്നെ കലി കയറ്റാൻ വേണ്ടി മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണോ? സ്പൈഡറിന് ദേഷ്യം വരികയാണ്.
ഗോളടിക്കാൻ ഞാൻ വിടില്ല. എപ്പോഴും നീ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. ബണി, ഞാൻ ഇന്നൊരു 10 ഗോളെങ്കിലും തീർച്ചയായും അടിക്കും. അതെയോ? നോക്കാം. ലക്കി ഷോട്ട്. എന്നാ ശരി, ബോൾ എടുത്തോട് വാ. ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. എന്ത് പവർഫുൾ കിക്കാണ്, സംശയമുണ്ടോ? രാജുവേട്ടാ, രാജുവേട്ടാ, ചേട്ടനെന്താ പെട്ടെന്ന് ഇവിടെ? ഏടോ ഗ്രാമത്തിൽ ഭയങ്കര വരൾച്ചയാണ്, അതുകൊണ്ട് സിറ്റിയിലേക്ക് വന്ന് കുറച്ച് നല്ല കാറ്റും വെള്ളമൊക്കെ കുടിക്കാന്ന് കരുതിയേ. അതിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടോ? അടുത്ത ഗ്രാമത്തിൽ പോയി ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിച്ചാ പോരായിരുന്നോ? എടാ പകയാ, നീ എത്ര തന്നെ വളർന്നാലും അന്റെ മണ്ടത്തരത്തിന് ഒരു കുറവും ഇല്ലേട്ടാ. ഇത് രാജുവേട്ടനാണ്, ഞങ്ങളുടെ കസിനാ. എടാ എന്റെ പനിക്കുട്ട, ഞമ്മക്ക് ഈ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു പണി വാങ്ങിച്ചു തരുമോ നീയെ? എന്തൊക്കെ പറഞ്ഞാലും നല്ല പേഴ്സണാലിറ്റി ഉള്ള ആള് തന്നെയാ. ഹണിമണി, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? മാഡം, ഇത് രാജുവേട്ടനാണ്, നാട്ടിൽ നിന്ന് വന്നിരിക്കുക. ഇദ്ദേഹത്തിന് വാച്ച്മാന്റെ ജോലി കൊടുക്കൂ. നേരത്തെ വാച്ച്മാന്റെ ജോലി ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വാച്ച്മാന്റെ പണിയിൽ എന്താ അത്ര ഉള്ളേ? രാത്രി മുഴുവൻ വിസിലടിക്കണം, ലത്തി എടുത്ത തറയിലടിക്കണം. കള്ളൻ വരാതെ നോക്കേണ്ടതാണ് നിന്റെ അവിടുത്തെ ജോലി. കള്ളന്മാർ അവിടെ വരുമ്പോൾ നീ പേടിച്ചോടും തോന്നല്ലോ. നമ്മള് കുറച്ച് ഉശിരുള്ള കൂട്ടത്തിലാണ്. തിന്നു വളർന്നാ നമ്മള് ഓട്ടത്തിലെ നമ്മള് പുലിയെക്കാട്ടും വേഗത്തിൽ ഓടും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ഒന്നിങ്ങോട്ട് വരി. നീ എന്തായി കാണിച്ചത്? രാജുവേട്ടാ, ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടി ചെയ്ത് കാണിച്ചേക്ക്. പോലീസുകാരന്റെ പുറത്താണോ കൈവെക്കുന്നത്? നമ്മളോട് ക്ഷമിക്കണം സാറേ, നമ്മൾ നമ്മുടെ ബലത്തിനൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താണ്. ഒരു കാര്യം പറയാം, നിന്നെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ജോലി തരാം. ഇന്നാ നീ നോക്ക് രാജു, നിന്റെ ജോലി നീ വളരെ ശ്രദ്ധയോടെ ചെയ്യണം, മനസ്സിലായല്ലോ? എവിടെയാണ് കള്ളൻ? ഞാൻ ഇന്ന് തീർച്ചയായിട്ടും പിടിക്കും. അതുവഴി പോവാല്ലേ? നമ്മള് കള്ളനെ പിടിച്ച്. കൊതുകെന്തിനാ രാവിലെ വന്ന് കടിക്കുന്നത്? ആരാ എന്നെ ഈ തല്ലുന്നത്? അടികൈ. അനക്ക് കിട്ടിയത് പോരെന്നാ വീണ്ടും അണിക്കണോ? ഇന്നാ പിടിച്ചോളി. എന്നെ തല്ലല്ലേ ചേട്ടാ. നിങ്ങൾ എന്താ പറയുന്നേ? യഥാർത്ഥ പോലീസ് ആണെങ്കിൽ കള്ളനെ പിടിക്കാതെ വിടുവോ നിങ്ങള്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവന്റെ കൂട്ടാളി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്നെ നമ്മൾ വിടൂല. എന്നാ പിടിച്ചോളി. നമ്മൾ ഇവിടെ ഉള്ളപ്പോ ഒരു കള്ളന്റെ പണി നടക്കൂല. ദീപാവലി അടുത്തെത്തിയാൽ പൊട്ടിക്കും പടക്കം. എന്തുവാടേ? കവിത മുഴുവനായിട്ട് ചൊല്ലാൻ സമ്മതിക്കടേ. ദീപാവലി വന്നാൽ പൊട്ടിക്കും പടക്കം. കവിതയുടെ അടുത്ത വരി പറയാം. ഞങ്ങളല്ല മോഷ്ടിക്കാൻ വന്നത്. നിങ്ങൾ അവിടെ തന്നെ നിക്കി, നമ്മൾ കൈ എത്തിന്നേ. കള്ള പോലീസിനും കള്ളനും നമ്മൾ ഒരുമിച്ച് പൊക്കൂന്നേ.
ഒരിക്കലും നമ്മുടെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെന്നേ. ഐ, നമ്മള് പിടിച്ചില്ലേ? ശരി എന്നാ നമ്മളിതാ വിട്ടേ. നമ്മുടെ നാട്ടിലെ കമ്പക്കെട്ട് എന്താന്ന് നമ്മൾ ഇപ്പൊ അങ്ങ് കാണിച്ചു തരാം കേട്ടാ. രക്ഷപ്പെട്ടു. ഡൽഹിയിൽ ഉടനെ എത്തിക്കൂ. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉള്ളതാണ്. ഡൽഹിക്കോ? ചുവരിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് പല്ലിയാണ്. അങ്ങേക്കറിയാമോ, ദിലേർ ഖന്ന എന്റെ സഹോദരനാണ്. അടികൈ. മേജർ ദിലേർ ഖന്ന? അതെ. പിടിക്കുവരെ. ശത്രുരാജ്യത്തിന്റെ മേജർ ദിലേർ ഖന്നയുടെ ബന്ധുക്കളാണിവർ. ആർമിക്കാരായിരുന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം? ഞാൻ പറഞ്ഞതല്ലേ, ദിലേർ ഖന്ന എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ശത്രു രാജ്യത്തിലാണല്ലേ? ശത്രുരാജ്യത്തിന്റെ ചാരനാണിവൻ. സാർ, ഞങ്ങള് ചാരന്മാരൊന്നും അല്ല. ഞങ്ങള് ലീവ് ആഘോഷിക്കാൻ വേണ്ടി വന്നവരാണ്. അതെ സാറേ, ഞങ്ങളുടെ തെറ്റൊന്നും തന്നെ ഇല്ല. തെറ്റൊന്നുമില്ലെന്നോ? അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണല്ലേ? അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾക്ക് ബോർഡർ മാത്രമേ കിട്ടിയുള്ളൂ. നോക്കൂ, ഞങ്ങളിവിടെ അറിയാതെ വന്നെത്തിയതാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്, സംശയമുണ്ട്, സംശയമുണ്ട്. സംശയമുള്ളത് കൊണ്ടാണ് നിങ്ങളെ പിടികൂടിയത്. മര്യാദയ്ക്ക് പറയാ, ദിലേർ ഖന്നയുടെ പ്ലാൻ എന്താണ്? പറയാ. 12 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ലീവ് കിട്ടാൻ പോവുകയാണ്. കിട്ടിക്കഴിയുമ്പോൾ അയാൾ പോകുന്നത് വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞാൽ അമ്മായിയുടെ മോളുടെ കല്യാണമുണ്ട്, അവിടേക്ക് പോകും. അവിടുന്ന് നേരെ എന്റെ വീട്ടിലേക്ക് വരും. ഇവിടെ കുറച്ച് തീ കൂട്ടിയായിരുന്നെങ്കിലേ നമുക്ക് കുറച്ച് തീ കായായിരുന്നു. നീ എന്താടാ ഈ കാണിക്കുന്നത്? മനുഷ്യ ഇവിടെ ഭ്രാന്തള വിരിക്കുകയാണ്. കൊണ്ടുപോടേക്ക്. തീ പിടിച്ചു, ഓടിക്കോ. രക്ഷപ്പെട്ടു, വേഗം ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. എന്താടാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി പിടിക്കാം. ഇതുകൊണ്ട് തല്ലിക്കോ. വേഗം ആ വഴി ഓടാം. ഇവർ പുറകെ തന്നെയുണ്ട്. സംശയമുണ്ടോ? രക്ഷിക്കണേ, രക്ഷിക്കണേ. നിങ്ങളെ പിടിക്കാനായിട്ട് ഞാൻ ഒരുത്തൻ മാത്രം മതി. എന്റെ സിപ്പായികൾ വന്നു കഴിഞ്ഞോ? ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? വേഗം പിടിക്കുവരെ. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ രാജ്യമോ? ആ, ഞങ്ങളുടെ പുറകെ ഓടി ഓടി നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ രാജ്യത്താണ്. കാറ്റിനും വെള്ളത്തിനും ബോർഡേഴ്സ് ഇല്ല. ശത്രുത എന്നത് ഞങ്ങൾക്ക് മനസ്സിലില്ല.
സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ഇദ്ദേഹം നമ്മുടെ കന്നാ സാറിനെ ശരിക്കും തല്ലി. അതെയോ? ഇങ്ങനെയാണോ തല്ലിയത്? അല്ല, ശക്തിയായിട്ട്. തീർന്നടാ എല്ലാം ഇന്നാ പിടിച്ചോ.